കോൺഗ്രസ്സുകാരാകെ സാമ്പത്തിക പരാജയത്തിലാണ്. പാവപ്പെട്ടവരിപ്പോൾ ചിരട്ട എടുക്കേണ്ട അവസ്ഥയിലാണ്. ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ KC വേണുഗോപാൽ പറയുന്നൊന്ന് കേട്ടു നോക്കുക. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യില് PR ഒന്നും ഇല്ലല്ലോ. കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപ്പാക്കും പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു കൂടി. അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്. കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവരുടെ അവസ്ഥ. ഇനിയിപ്പോൾ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോ പണം പോട്ടെ പവർ വരട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നയം. അല്ല, ഈ സുൽത്താൻ ബത്തേരിയിലെ സപ്ത എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാലേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊരു 7 സ്റ്റാർ റിസോർട്ടാണ്. സുൽത്താൻ ബത്തേരിയിലെ പൂളവയലിലാണ് ഈ അത്യാഡംബര റിസോർട്ട് ഉള്ളത്. വയനാട് പോലെ ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്ന ഒരു സ്ഥലത്ത് ഒരു 7 സ്റ്റാർ റിസോർട്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അഭിമാനം തന്നെയാണ്. എന്നാൽ ഭരണം നേടാൻ വേണ്ടി കോൺഗ്രസുകാർ കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നത് ഈ 7 സ്റ്റാർ റിസോർട്ടിലാണ് എന്നത് ആരെയും ഞെട്ടിക്കും. ഈ റിസോർട്ടിൽ ഒരു സാധാരണ ഡീലക്സ് ഡബിൾ റൂം വേണമെങ്കിൽ 24,000 രൂപ വേണം. ഇനിയിപ്പോ അതൊരു സുപ്പീരിയർ ഡബിൾ റൂം ആണെങ്കിൽ 27,000 രൂപ മുടക്കണം. കോൺഗ്രസ്സുകാരല്ലേ, എന്തായാലും ഡബിൾ റൂം വേണ്ടി വരും. പിന്നെ സ്യൂട്ട് റൂം ആണെങ്കിൽ 40,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഇങ്ങനെ എത്ര മുറികളായിരിക്കും അവർ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക? അതുകൂടാതെ ഈ കൂട്ടം കൂടി ഇരിക്കാനുള്ള ഹോളും വലിയ തുകയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പണം പോട്ടെ പവർ വരട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നയം. കനകോലുവിന്റെ ഉപദേശപ്രകാരം കോടികൾ വെച്ചുള്ള കളിയാണ് സതീശൻ ജി ഇപ്പോ നടത്തുന്നത്. ഇതെല്ലാം പ്രളയബാധിതർക്ക് വീട് വയ്ക്കാൻ എന്ന് പറഞ്ഞ് UK പോയി പിരിച്ച കോടികളാണ്. വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് വയ്ക്കാനാണെന്ന് പറഞ്ഞ് പിരിച്ച കോടികളാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വേറെ വല്ലവരായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ ബഹളം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ. അതായത് കോൺഗ്രസ്സുകാർ 2018 മുതൽ പ്രളയം മുതൽ, ആദ്യത്തെ പ്രളയം, രണ്ടാമത്തെ പ്രളയം, അതിനുശേഷം നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അപകടം, അപ്പോൾ ഇതുവഴി എല്ലാം പിരിച്ച പൈസകൾ കൊണ്ടുപോയി അടിച്ചു പൊളിക്കുകയാണ്. ഈ പറയുന്ന കനകോലുവിൻ്റെ ശമ്പളം എത്രയാണെന്നറിയാം? 50 കോടി രൂപ. കോൺഗ്രസ്സിന് കേരളത്തിൽ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി PR വർക്ക് ടീമിന് നൽകുന്ന പൈസയാണ് 50 കോടി രൂപ. അപ്പോൾ നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് നടന്ന ആ അപകടം ആയിരക്കണക്കിന് ആൾക്കാരെ ബാധിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറേ പിരിവെടുത്തിട്ടുണ്ടായിരുന്നു. പ്രളയകാലത്ത് 1000 വീടുകൾ പണിയുക എന്നും പറഞ്ഞ് പല സ്ഥലത്തുനിന്ന് ഇവർ പിരിവെടുത്തിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പല വീടുകൾ പ്രഖ്യാപിക്കുകയും അവിടുത്തെ MLA ആയിട്ടുള്ള T സിദ്ദിഖ്, അദ്ദേഹം നല്ല രീതിയിൽ ഫണ്ട് പലയിടത്തുനിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതിന് യാതൊരു തെളിവുമില്ല. അത് അദ്ദേഹം അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അർഹരായ ആളുകൾക്ക് കൊടുക്കാതെ ഇദ്ദേഹം അത് അടിച്ചു പൊളിക്കുകയാണ്. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടും അവരെല്ലാം പിരിച്ച കാശ് അത് ഇപ്പോൾ ആവിയായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC പിരിച്ചത്. ഇപ്പോൾ ഇവർ വീട് നിർമ്മിച്ച് കൊടുക്കുന്ന കാര്യം പല ഡേറ്റുകൾ പറഞ്ഞു. അവസാനം പറഞ്ഞത് നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനത്തിന് ഡിസംബർ 28 കല്ലിടുമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതും നടന്നില്ല. ഇപ്പോൾ KPCC പ്രസിഡൻറ്റ് പറയുന്നത് അതിന് പ്രത്യേകിച്ചൊരു ഡേറ്റ് ഇല്ല, അവർ പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്നാണ് പണിയുന്നത്? ഈ അപകടം നടന്ന് സർക്കാർ നേതൃത്വത്തിൽ എല്ലാ ആൾക്കാരും പിരിവ് കൊടുത്ത പൈസ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നേതൃത്വത്തിൽ വീടുകളുടെ പണി ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ താമസമില്ലാതെ തന്നെ ആളുകൾക്ക് വിതരണം ചെയ്യും. അപ്പോഴും ഇവർ സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല. അതിനിടയിലാണ് VD സതീശൻ വിദേശത്ത് പോയി, അതായത് വിദേശത്ത് പോയി പിരിക്കാൻ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വിദേശത്ത് പോയി പൈസ പിരിച്ചതും വീട് നിർമ്മാണമൊക്കെ ആയിട്ട് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒറ്റ പരിപാടിയേ ഉള്ളൂ, പിരിക്കാവുന്നിടത്തു നിന്നൊക്കെ പിരിക്കുക, അതുകൊണ്ടൊന്ന് അടിച്ചു പൊളിക്കുക. ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഒരു വീടിന് ഒറ്റ ഒരു വീട് ഇവർ പണിഞ്ഞ് കാണിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്കൊരു വീടെങ്കിലും അവർ പണിഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലൊരു നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു വീട് നിർമ്മിച്ചിട്ട് ഞങ്ങളിതാ തുടങ്ങുകയാണ്, ഒരു വീട് ആദ്യം ഒരാൾക്ക് കൊടുക്കുകയാണ്, ഞങ്ങൾ അടുത്തത് ഓരോ വീട് ഓരോ മാസം വീതം ഞങ്ങൾ പണിഞ്ഞ് കൊടുക്കും, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇത്രയും വീട് നിർമ്മിച്ച് കൊടുക്കും
എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവർക്കില്ല. വയനാടിൻ്റെ MP ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്. അവർക്ക് എന്താണ് ഉത്തരവാദിത്വം ഉള്ളത്? അവർ കുറച്ച് കലണ്ടർ കൊടുത്തു. അല്ലാതെ ഇവിടെ വന്ന് കുറേ ആദിവാസികളൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നതല്ലാതെ അവരോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോ എടുക്കുക, അവരെ കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം ആളുകൾക്ക് വല്ല പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. ഒരു വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് വയനാട്. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വിഭാഗങ്ങളുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഇവിടെ MP എന്ന നിലയിൽ നിലവിലെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയോ അതല്ലെങ്കിൽ അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയോ ഇവരാരും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ അവരൊരു മാതൃക നമുക്ക് മാധ്യമങ്ങൾ വഴിയെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് മറ്റ് പാർലമെൻറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വയനാട്ടിൽ ഇതാ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒന്നും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ജനങ്ങളെ എങ്ങനെ തട്ടിച്ച് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ 10 വർഷമായിട്ട് അവർക്ക് അധികാരമില്ലാത്തതിൻ്റെ അവരുടെ ഈ പൈസ ഇല്ലെന്ന്. അപ്പോൾ അധികാരം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം എന്നാണ് അവർ പറയുന്നത്. അധികാരം ഇല്ലാതെ തന്നെ ഇത്രയും പറ്റിച്ച് ഇനി അതുകൂടാതെ അധികാരം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അധികാരം ഇല്ലാതുകൊണ്ട് ഞങ്ങളുടെ ഈ പൈസ ഇല്ലെന്ന്. അപ്പോൾ അധികാരം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ് ഈ അധികാരം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഓക്കെ.